വനവാസി വിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ എക്കാലവും കൗതുകം ജനിപ്പിക്കുന്നവയാണ്. ഇത്തരത്തിൽ കാഴ്ചകളുടെ വിരുന്നൊരുക്കുകയാണ് പന്തപ്ര വനവാസി ഉന്നതിയിൽ വനത്തിനുള്ളിൽ നടന്ന സ്വാമിയൂട്ട് എന്ന ചടങ്ങ്. മുതുവാൻ, മന്നാൻ വിഭാഗങ്ങളുടെ ഒത്തുചേരൽ കൂടിയായ ചടങ്ങിന്റെ നേർക്കാഴ്ചകളിലേക്ക്. ഉത്സവങ്ങൾ എന്നും ആഘോഷവും ആരവവും നിറഞ്ഞവയാണ്. അതിന് കാടെന്നോ നാടെന്നോ വ്യത്യാസമില്ല. പിണവൂർക്കുടി പന്തപ്ര വനവാസി ഉന്നതിയിൽ 3 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന സ്വാമിയൂട്ട് എന്ന ചടങ്ങിന് മറ്റിടങ്ങളിൽ കാണുന്നത്ര ആൾക്കൂട്ടമൊന്നുമില്ലെങ്കിലും ആരവത്തിന് ഒട്ടും കുറവില്ല. കാടിനുള്ളിൽ നടക്കുന്ന കാടിന്റെ മക്കളുടെ ഈ ആഘോഷത്തിന് നിറം നൽകുന്നത് ഇവരുടെ ആർപ്പുവിളികളും താളമേള ഘോഷവുമാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി പന്തപ്ര വനവാസി ഉന്നതിയിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സ്വാമിയൂട്ട് എന്ന ചടങ്ങ് നടത്തപ്പെടുന്നത്. സ്വാമി എന്നതിന് ദൈവം എന്നതിലും ഉപരിയായി ഗുരുക്കന്മാരെന്നും മൺമറഞ്ഞ പിതൃക്കളെന്നും ഇവർ അർത്ഥം കൽപ്പിച്ച് നൽകുന്നു. ദേവതകൾക്കായി അരിയാണ് അർച്ചനയായി സമർപ്പിക്കുക. മുതുവാൻ, മന്നാൻ എന്നീ വിഭാഗങ്ങളിലെ കർമ്മിയുടെ സ്ഥാനം വഹിക്കുന്ന മുതിർന്നവരാണ് പൂജകൾക്ക് നേതൃത്വം നൽകുക. ഓരോ ദേവതകൾക്കുമായി പ്രത്യേകം അടുപ്പുകൾ തയ്യാറാക്കി അരി ഇവയ്ക്കുള്ളിലെ തിളയ്ക്കുന്ന വെള്ളത്തിൽ നിക്ഷേപിക്കും. ഈ സമയം പാത്രങ്ങൾ താഴെ വീഴുകയോ അടുപ്പ് കെട്ടുപോകുകയോ ഉണ്ടായാൽ അതിനെ അശുഭലക്ഷണമായി കണക്കാക്കി പ്രത്യേക പൂജകൾ ചെയ്യും. പൂജകൾക്കൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് കൊട്ടിനും കുഴൽ വിളിക്കും, അതുപോലെ ആട്ടത്തിനും. ഇവയ്ക്കെല്ലാമായി പ്രത്യേകം സംഘങ്ങളുമുണ്ട്. വാദ്യമേളങ്ങൾക്കു പുറമെ കോമാളി വേഷം കെട്ടുന്നവരുണ്ട്. ഇവർ പ്രത്യേകതരം വസ്ത്രങ്ങൾ ധരിച്ച് മുഖത്ത് ചായം പുരട്ടിയാണ് എത്തുക. ഇവർക്ക് പക്ഷേ ഉത്സവം കഴിയാതെ വസ്ത്രം മാറാനോ വീടുകളിൽ തിരികെ പോകാനോ അനുവാദമില്ല. ക്ഷേത്ര പന്തലിൽ തന്നെ താമസിക്കണം. ചിലപ്പതികാരത്തിൽ കണ്ണകിയുടെ കോപത്തിൽ മധുരാപുരി കത്തിയമർന്നപ്പോൾ മധുര മീനാക്ഷിയമ്മന്റെ പ്രതിമ മുതുകിൽ കെട്ടിവെച്ച് ഓടി രക്ഷപ്പെട്ട് കാത്തുസൂക്ഷിച്ചവരാണത്രേ മുതുവാന്മാർ. അപ്പന്റെ കാലത്തില് ആതാക്കളും മൂതാക്കളും ഈ പണിപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു അമ്പലമുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും സാധാരണമായിട്ട് മരുന്ന് മീനാക്ഷിയമ്മ വന്ന കാലത്തിൽ ഞങ്ങൾക്കൊരു അമ്പലം പണിഞ്ഞ് തന്ന അതേ അമ്പലമാണ് ഞങ്ങൾ മുതുവാൻ സമുദായത്തിലുള്ള ആൾക്കാർ കൊണ്ടാടണത്. അതാണ് ഞങ്ങൾ പറയുന്നത് സ്വാമിയൂട്ട് എന്ന് പറയും. പൂജാരിക്കും പുറമെ മുരുകന്റെ പ്രതീകമായ താതൻ എന്ന സ്ഥാനം വഹിക്കുന്നയാൾ വേണം കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ. എന്ന് പറഞ്ഞാൽ ഇത് ഈ പണൽ ആണ്ടി എന്ന് പറയുന്നില്ല, ആണ്ടി പണലിലെ മറ്റേ പള്ളലേക്ക് പോകുമ്പോഴത്തേക്ക് ആണ്ടികളാണല്ലോ ഈ കാര്യങ്ങൾ പൂജ കാര്യങ്ങൾക്ക് ആൾക്കാരെ കൊണ്ടുപോയി ചെയ്യിക്കുന്നത്. അതേ രീതിക്ക് ഒരു സംവിധാനമാണ് ഞങ്ങളുടെ. എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യഥാർത്ഥ ഇത് മറ്റേ താതനാണ്. ശരിക്കും ഞങ്ങളുടെ രീതി പറയുമ്പോൾ താതൻ എന്ന് പറയും. വനദുർഗയാണ് പ്രധാന ആരാധനാമൂർത്തിയെങ്കിലും മുരുകനും ഭദ്രകാളിയും ഇവരുടെ പ്രതിഷ്ഠകളായുണ്ട്. വനത്തെയും വനത്തെ ആശ്രയിക്കുന്ന തങ്ങളെയും കാക്കുന്നത് ഈ ശക്തികളാണെന്നതാണ് ഇവരുടെ വിശ്വാസം. വെറ്റ അടയ്ക്കാ പോകല, പിന്നെ ഒരു വീടി അത് ഞങ്ങൾ തന്നെ വലിച്ചിട്ട് ഞങ്ങൾ കത്തിച്ചു വെക്കും. അതാണ് ഞങ്ങളുടെ ആചാരം. അതാണ് ഞങ്ങളെ കാട്ടിക്കൊണ്ടേ ഞങ്ങളെ കാട്ടി ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഒരു വർഷത്തിൽ കാര്യം ഞങ്ങൾ എല്ലാ വർഷവും കാട്ടിപ്പോയാലും ഞങ്ങൾ ഈ വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മേടമാസം, അതായത് മകരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കാട്ടി പോകാറില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ജനുവരി ഏപ്രിൽ ഞങ്ങൾ അടിക്കുന്നത്. അന്നേരം ഞങ്ങൾ കൊണ്ട് ചെയ്യുന്ന വഴിപാടാണിത്. പൂജകളും ആചാരങ്ങളും ഒരു വഴിക്ക് നടക്കുമ്പോൾ ആഘോഷങ്ങൾക്ക് ഇവർ ഒരു കുറവും വരുത്തുന്നില്ല. കൂട്ടത്തോടെ ഇരുന്ന് ചോറും കറികളും ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് നേർച്ച സദ്യ ഉണ്ണുന്നു. കാടിനുള്ളിലും തങ്ങളുടെ സന്തോഷങ്ങൾക്ക് വിശാലമായ ഇടം കണ്ടെത്തുകയാണ് കാടിന്റെ മക്കളായ ഇവർ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.